വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ യാത്രയ്ക്ക് നാളെ വടകരയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ചുമത്തിയ 18% GST പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വൈകിട്ട് 6 നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിലാണ് സ്വീകരണ പരിപാടിയുടെ ഭാഗമായി പകൽ 4 വോയിസ് ഓഫ് വടകരയുടെ ഗാനസന്ധ്യയും രാത്രി 8 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശ്വാസം നാടകവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ CK വിജയൻ, MM ബാബു, DM ശശീന്ദ്രൻ, V അസീസ്, KN വിനോദ്, VTK സുമൻ എന്നിവർ പങ്കെടുത്തു. ഇന്നലെ 13-ാം തീയതി കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് 25 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നാളെ വടകരയിൽ വൈകുന്നേരം 6 മണിക്ക് എത്തിച്ചേരുക. വ്യാപാര മേഖലയിൽ ജീവിക്കുന്ന കേരളത്തിലെ 15 ലക്ഷത്തോളം വരുന്ന വ്യക്തികളും അവരുടെ കുടുംബങ്ങളും നാളിതുവരെ ഇല്ലാത്ത വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഒരു വ്യാപാരി സംഘടന എന്ന രൂപത്തിൽ ഞങ്ങൾ പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല വ്യാപാരി സംഘടന, എല്ലാവർക്കും അറിയാം. ഉപജീവനമാർഗമായ വ്യാപാര സ്ഥാപനം തൽക്കാലം അതിൻ്റെ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ച് ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന പ്രക്ഷോഭങ്ങളിലേക്ക് പോകാതെ രക്ഷയില്ല എന്ന രൂപത്തിൽ വല്ലാത്തൊരു അന്തരീക്ഷം വ്യാപാര രംഗത്തുണ്ട്. ഞങ്ങളിവിടെ വിതരണം ചെയ്തിട്ടുള്ള ഈ കുറിപ്പിൽ സൂചിപ്പിക്കും പോലെ പരമ്പരാഗത വ്യാപാര വ്യവസായ മേഖലകൾക്ക് കടുത്ത പ്രതിസന്ധിയാണ്. വിഷയങ്ങളൊന്നും ഓൺലൈനുമായി ബന്ധപ്പെട്ട് പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വികാസങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ വ്യാപാരത്തിൻ്റെ വലിയ പങ്ക് ഓൺലൈനിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിരവധി നിർമ്മാണങ്ങൾ ഇപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട് കെട്ടിട വാടകയ്ക്ക് 18% അതിന് GST ചുമത്തുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ് GST കുറച്ച് വരുത്തി. അതുപോലുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. വാടക നിയന്ത്രണ നിയമം എന്നൊരു പ്രശ്നം കേരളത്തിൽ ഒരു മരീചിക പോലെ നിൽക്കുകയാണ്. മാറി മാറി വരുന്ന ഇടതുപക്ഷ മുന്നണിയുടെയും UDFിൻ്റെയും ഗവൺമെൻറ്റുകൾ ഈ കാര്യത്തിൽ വ്യാപാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. റെന്റ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ് കേരളത്തിലെ വ്യാപാരികൾക്ക് ഒരു സംരക്ഷണ കവചം ഇപ്പോൾ ഉള്ളത്. ആ റെന്റ് കൺട്രോൾ ആക്ട് ദുർബലപ്പെടുകയാണ്. കോടതി വിധികളിൽ അത് പരാമർശിക്കപ്പെടുന്ന പോലുമില്ല. അതുകൊണ്ട് ഒരു സമഗ്രമായ ഒരു വാടക രംഗത്ത് ഒരു നിയമം അതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ വർഷങ്ങളായി പ്രക്ഷോഭത്തിലാണ്. കഴിഞ്ഞ UDFിൻ്റെ കാലത്ത് ഒരു ബിൽഡിംഗ് ലീസ് ആക്ടിൻ്റെ ആദ്യ രൂപം സഭയിലേക്ക് വരാനിരുന്ന ഘട്ടത്തിൽ നിയമസഭാ സമ്മേളനമൊക്കെ വന്നു, അത് ലാപ്സായി പോയി. 8 വർഷത്തിലേറെയായി കേരളത്തിലെ LDFിൻ്റെ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റും വാടക നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു നിയമനിർമ്മാണം സമഗ്രമായി കൊണ്ടുവരുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുകയാണ്. അതിനുള്ള ശക്തമായ പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. മറ്റു പ്രശ്നം എല്ലാവർക്കും അറിയും പോലെ വലിയ വികസനം കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ പൊതു പശ്ചാത്തല വികസനത്തെ വലിയ രൂപത്തിൽ സ്വാഗതം ചെയ്തവരാണ് വ്യാപാരികൾ. കാരണം പശ്ചാത്തല വികസനം വരുമ്പോൾ അത് ഏത് രംഗത്തായാലും, റോഡിൻ്റെ കാര്യത്തിലും വൈദ്യുതി രംഗത്തായാലും ഇനി വരാൻ പോകുന്നെന്ന് പറയുന്ന അതിവേഗ റെയിലായാലും അതൊക്കെ കേരളത്തിൻ്റെ വ്യാപാര മേഖലയെ പോഷിപ്പിക്കും. പക്ഷേ ഞങ്ങൾക്കുള്ള പ്രശ്നം വർഷങ്ങളായി കേരളത്തിൻ്റെ പാതയോരങ്ങളിൽ വ്യാപാരം ചെയ്തു വന്നിരുന്ന 30,000-ഓളം ആളുകൾ ദേശീയപാതയ്ക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെട്ടു. ഈ ദേശീയപാതയ്ക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെട്ട വടകര ഉൾപ്പെടെയുള്ള വ്യാപാരികൾക്ക് ദേശീയപാത അതോറിറ്റി കനിഞ്ഞു നൽകിയ ഒരു 75,000 രൂപയാണ് നഷ്ടപരിഹാരം കിട്ടിയത്. സ്റ്റേറ്റ് ഗവൺമെൻറ് നേരിട്ട് ഓഫർ ചെയ്ത 2 ലക്ഷം രൂപ എന്ന പാക്കേജ് കേരളം നടപ്പാക്കിയില്ല. അത് സ്റ്റേറ്റ് പാതയ്ക്ക് ബാധകമാണ്. സ്റ്റേറ്റ് പാതയോരങ്ങളിൽ ഒഴിപ്പിക്കപ്പെട്ട 2 ലക്ഷം രൂപ, ദേശീയപാതയോരത്ത് ഒഴിപ്പിക്കപ്പെടുന്ന കേരള ഗവൺമെൻറ് 4 പൈസയും കൊടുക്കുന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് 75,000 രൂപയാണ് പരിമിതമായ ആളുകൾക്ക് കിട്ടിയത്.